വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ഡീകോഡിംഗ് മാർക്കറ്റ് 14th വീഡിയോ ആണ്. ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് എൻഡ് ഓഫ് ഡീകോഡിംഗ് സ്ട്രക്ചർ. പിന്നെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കാനുണ്ട്. പഠനം ഇതുകൊണ്ട് തീരുന്നില്ല. ബിക്കോസ് നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഡൈനാമിക്സിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും പോകണം. ബട്ട് ഐ എം എൻകറേജിങ് യു, ഈ ഡീകോഡിംഗ് സീരീസ് പാർട്ട് 1 തൊട്ട് പാർട്ട് 14 വരെയും ഉള്ള വീഡിയോകൾ മുടങ്ങാതെ എല്ലാം പല പ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് കുറേ കീ ടേക്ക് അവേ മിസ്സായിക്കൊണ്ടിരിക്കുന്ന കുറേ കീ ടേക്ക് അവേസ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. സോ ഒരു പ്രാവശ്യം ഒരു വീഡിയോ കണ്ടു, ഇഗ്നോർ ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പാർട്ട് കണ്ടു, 3 കണ്ടു, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഒരു ഇൻഡെപ്ത് സ്റ്റഡി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. അല്ലാതെ ഒന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല. സോ കീപ് റൈറ്റിംഗ്. അങ്ങനെ എഴുതി നമ്മൾ അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു വീഡിയോ 3, 4, 5 പ്രാവശ്യം കാണുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചറൽ ഡൈനാമിക്സിൻ്റെ കുറേ കാര്യങ്ങൾ, അറിയാത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് വരാൻ പോകും. സോ നമ്മളിന്ന് ഡീകോഡിംഗ് മാർക്കറ്റ് 14ൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു എൻട്രി എങ്ങനെയാണ് ഇത്രയും നാൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ എങ്ങനെയാണ് എൻട്രി സിനാരിയോസ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ 128ഓളം വീഡിയോകൾ, ഒത്തിരിയധികം കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റും? അപ്പം ആ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എൻട്രി ടെക്നിക്കിനെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന എൻട്രിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് പല പോയിന്റ്സുകൾ നമ്മൾ കോൺഫ്ലുവൻസസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലുവൻസസ് എന്ന് പറയുന്നതാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലെ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, അല്ലെ ലിക്വിഡിറ്റി ഏരിയ കണ്ടുപിടിക്കുന്നത്, പുൾ ബാക്ക് ക്യാൻഡിൽ, അങ്ങനത്തെ കാര്യങ്ങൾ, മേജർ കോൺഫ്ലുവൻസ് വരുന്ന ഏരിയകൾ നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണത് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള സെനാരിയോ എന്ന് പറയുന്നത് ഒരു എൻട്രി സെനാരിയോ ഉണ്ട്, ടാർഗറ്റ് സെനാരിയോ ഉണ്ട്, പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ 3 ആക്ടിവിറ്റിയാണ് നമുക്ക് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻട്രി സെനാരിയോയിൽ ഈ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻട്രി സെനാരിയോയിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ഹയർ ടൈം ഫ്രെയിം HTF എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം, ഓക്കെ, 1 hour. അപ്പോൾ നമ്മൾ നിഫ്റ്റി നോക്കേണ്ടത് 1 hourൽ. ഐഡന്റിഫൈ ദ സ്ട്രോങ് ലോ ആൻഡ് വീക്ക് ലോ, അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം 1 hourൽ. ഐഡന്റിഫൈ പ്രീവിയസ് ഏരിയ, അതായത് ഹയർ ടൈം ഫ്രെയിമിലെ പ്രീവിയസ് ഏരിയ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വെയിറ്റ് ഫോർ ദ പ്രൈസ് ടു മിറ്റിഗേറ്റ് 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ. സോ ഇവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് എൻട്രി സിനാരിയോയിൽ ഇത് നമുക്ക് എടുത്ത് ചാർട്ടിലേക്ക് പോകാം. അതായിരിക്കും നമുക്ക് ഇച്ചിലൂടെ എളുപ്പം. സോ നമ്മളിവിടെ നോക്കുന്നത് ഇതാണ് നമ്മളുടെ ചാർട്ടിലുള്ള കാര്യം. അപ്പോൾ ഓൺ എ ഹയർ ടൈം ഫ്രെയിം, സോ നിഫ്റ്റിയിൽ നമ്മൾ വരുമ്പോഴത്തേനും 1 hourലേക്ക് നമ്മൾ ഈ ഇതിനെ കൺവേർട്ട് ചെയ്യുക, 1 hourൽ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എൻട്രി സെനാരിയോസ് ആണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. 1 hourനകത്ത് എന്താണ്? സോ 1 hourലെ സംബന്ധിച്ച് എന്താണ് നമ്മളുടെ സ്ട്രോങ് ലോ? ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ, അല്ലേ? അപ്പം ഇതിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾക്ക് ആ ഫയലോട് കൂടി ഡൗൺലോഡ് ചെയ്തൊരു നമുക്ക് ബേസിക് ഫ്രെയിംവർക്ക് വേണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ബിൽഡപ്പ് ചെയ്ത് പതുക്കെ കൂടുതൽ ഇൻഡെപ്ത് കാര്യങ്ങളിലേക്ക് പഠിച്ച് ചെല്ലുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. സോ മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ഹയർ ടൈം ഫ്രെയിം 1 hourലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ സ്ട്രോങ് ലോ ഇതായിരുന്നു, സ്ട്രോങ് ലോ. ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ, അല്ലേ? അപ്പോൾ ഇവിടെ ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ, ദിസ് വാസ് എ സ്ട്രോങ് ലോ, ദിസ് ക്രിയേറ്റഡ് ദ ഹൈ. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എ ക്യാൻഡിൽ ക്ലോഷർ ബിലോ ഹാസ് ഡൺ, അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ പറയുന്നത്? സോ ദ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്ന ഇതാണ്. ഈ ഏരിയയുടെ 50% മാർക്കറ്റ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ്. സോ ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു, മാർക്കറ്റ് ഇറ്റ് കെയിം ബാക്ക് ഓർ നോട്ട്? യെസ്, 50% ഓഫ് ദ സ്ട്രക്ചർ ഇറ്റ് കെയിം ബാക്ക്, മിറ്റിഗേറ്റ് ആൻഡ് കം ഡൗൺ, അല്ലേ? അഗെയിൻ ഇറ്റ് വിൽ കം ബാക്ക്, മിറ്റിഗേറ്റ് 50% ഓഫ് പ്രീവിയസ് ഏരിയ. അപ്പം ഇങ്ങനെ വന്ന് പിന്നെ താഴെ പോകും. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വരേണ്ടത് ആക്ച്വലി. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ എൻട്രി സെനാരിയോയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെ എൻട്രി കിട്ടും എന്നുള്ളതാണ്. സോ ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ്, വേർ ഇസ് എ പുൾ ബാക്ക്? ദിസ് ഈസ് എ പുൾ ബാക്ക്, അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ പുൾ ബാക്ക് എന്താണെന്ന് അറിയില്ല, നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുൾ ബാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. എല്ലാ സെനാരിയോയിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓൺലി ദാറ്റ് സെനാരിയോസ് വിച്ച് ഈസ് സ്യൂട്ടിംഗ് ഫോർ അസ് വി വിൽ സെലക്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. സോ മാർക്കറ്റ് ആണ് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് എവിടെയെങ്കിലും 1 hourൽ പുൾ ബാക്ക് ഉണ്ടോ? ഇല്ല. സോ ഇത് അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. അപ് ട്രെൻഡിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത്
നമുക്ക് ട്രേഡബിൾ റേഞ്ച് വേണമെങ്കിൽ ഡൗൺ ട്രെൻഡിലും അപ്പ് ട്രെൻഡിലും നമ്മൾ പുൾ ബാക്ക് കണ്ടുപിടിക്കുക. സോ നമ്മൾ എൻട്രി ഫോർമേഷനും ടാർഗറ്റ് ഫൈൻഡിങ്ങിനും എല്ലാം നമ്മൾ പുൾ ബാക്ക് ഇനി നോക്കാൻ പോവുകയാണ്. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ പുൾ ബാക്കിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സോ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറുമ്പോഴാണ് പിന്നീട് വരുന്ന സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിലാണ് നമുക്ക് പുൾ ബാക്ക് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ നോക്കുന്നത് ഓൺ എ നോർമൽ സെനാരിയോ ട്രേഡബിൾ റേഞ്ച് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആണ്ട് ഇട്ടിരിക്കുന്നു. So scenario is changing. Pullback, type of pullback scenario is changing because whenever you see an uptrend, you can find pullbacks, right? Whenever you see downtrend, you can see pullbacks. So this is more important for getting an entry. Otherwise, we will never get an entry. Otherwise, നമ്മൾ നോക്കിയിരുന്ന് മടുത്തു പോകും. So we will change the scenarios and you will participate in those scenarios and try out the method whether it is working it or not, and that will teach you more and more. മനസ്സിലായി? ദ എക്സ്പീരിയൻസ് വിൽ ടീച്ച് യു മോർ ആൻഡ് മോർ. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കുക. വേറാസ് ദ സ്ട്രോങ് പുൾ ബാക്സ് ആൻഡ് ദ വീക്ക് പുൾ ബാക്സ്. സ്ട്രോങ് പുൾ ബാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നോർമലി നമ്മൾ കണ്ടുപിടിക്കേണ്ട പുൾ ബാക്ക് സെനാരിയോ എന്ന് പറയുന്നത് പുൾ ബാക്ക് 1, 2, 3, 4 ഇതിലെല്ലാം കറക്റ്റ് ആയിട്ട് പുൾ ബാക്കിന്റെ സെനാരിയോസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫൈൻഡിങ് എ പുൾ ബാക്ക് ഈസ് ദ സ്ട്രോങ് പുൾ ബാക്ക് ആൻഡ് ദ വീക്ക് പുൾ ബാക്ക്. Okay, നമ്മളൊരു സ്ട്രക്ചറിനെ നോക്കുവാണെങ്കിൽ we will have a broad outlook of the structure, right? It is something like it's a global level, on a macro level and on a micro level. അല്ലേ? On a macro level, this is a straight line movement of the market, and on a micro level, so this is the movement of the market on a macro level, and the macro level is completely mitigated, and on the micro level, subsequent intermediate highs and lows are formed, and this is called a micro level structure and this is called the macro level structure. So നമ്മളെ സംബന്ധിച്ച് രണ്ട് രീതിയിലുണ്ട്. Similarly, we will try to connect logically the pullback setups. So on a rising trend, you will see where is the exact pullback happening. This is not a pullback. This is wrong nothing is there. So in this case, ഈ ലെഗിൽ വരുമ്പോഴത്തേന് ഈ ഹൈ is taken. So this is a type of pullback. അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ പുൾ ബാക്ക് ഓൺ എ റൈസിംഗ് ട്രെൻഡ്, ഈവൻ ഇഫ് ദിസ് ഹൈസ് ആൻഡ് ലോസ് ആർ ഇഗ്നോറിംഗ് ദ ഹൈസ് ആൻഡ് ലോസ് ഓൺ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഓർ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഇൻ ദ സെൻസ് 1 hour ട്രെൻഡ്. മനസ്സിലായോ? 1 hour ട്രെൻഡിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് എതിലെല്ലാം പോയി കഴിഞ്ഞാലും കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് ആണോ, യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് സം പുൾ ബാക്ക്. കൺസിസ്റ്റന്റ് അപ്പ് ട്രെൻഡ് ആണോ, ട്രൈ ടു ഫൈൻഡ് ഔട്ട് പുൾ ബാക്ക്. ഇഗ്നോർ ഓൾ ദീസ് തിങ്സ്. ഏത് പ്രീവിയസ് സ്ട്രക്ചറിന്റെ വെദർ ദ പ്രൈസ് മൊമെന്റം ഇസ് കമ്മിങ്, വാട്ട് ഇസ് ഹാപ്പനിങ് ഓർ നോട്ട്, അത് നമ്മൾ നോക്കുന്നില്ല. കറണ്ട് സ്ട്രക്ചറിന്റെ ഇത് എങ്ങനെയാണ് പോകുന്നതെന്നാണ് നോക്കുന്നത്. ബിക്കോസ് you need an entry and that entry has to be logically connected with the pullback area. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് നോർമലി നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ദിസ് ഈസ് ഓൺ എ ഡൗൺ ട്രെൻഡ് ആൻഡ് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഇവിടെ വന്നു. ഇതൊരു പുൾ ബാക്ക് സെനാരിയോ അല്ല. സോ എഗെയിൻ ഹൈ ബ്രേക്ക് ചെയ്തു, അല്ലേ? ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു. സോ ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് ഈക്വൽ ലോസ്. അങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല ബിക്കോസ് പ്രൈസ് ആക്ഷൻ മുകളിലോട്ട് പോകുന്നുണ്ട്. സോ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രൈസ് ആക്ഷൻ ഇവിടെ നേരെ മുകളിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ സംഭവിച്ചോ? ഇല്ല. സോ അഗെയിൻ പ്രൈസ് മുകളിൽ പോയി, അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തോ? ഇല്ല. സോ പുൾ ബാക്ക് ഇല്ല, ഇവിടെ എങ്ങും പുൾ ബാക്ക് ഇല്ല. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ബുള്ളിഷ് മൊമെന്റം പുൾ ബാക്ക് ഈസ് നോട്ട് ദെയർ ഇൻ ദ 1 hour സ്ട്രക്ചർ. സോ നൗ ഡൗൺ ട്രെൻഡിങ് സെനാരിയോയിലോട്ട് വരുവാണ്. ഡൗൺ ട്രെൻഡിങ് സെനാരിയോയിലോട്ട് വരുമ്പോഴത്തേനും വാട്ട് ഹാപ്പൻ, ഇവിടെ മാർക്കറ്റ് താഴോട്ട് വരുന്നു. സോ ദിസ് ഈസ് എ ലോ, പുൾ ബാക്ക് ഉണ്ടോ? ഇല്ല. ദിസ് ഈസ് എ ലോ, പുൾ ബാക്ക് ഉണ്ടോ? യെസ്, ഇതൊരു പുൾ ബാക്ക് ആണ്, അല്ലേ? അതിനുശേഷം ദിസ് ഈസ് എ ലോ, പുൾ ബാക്ക് ഉണ്ടോ? ഇല്ല. സോ അപ് ടു ഹിയർ ദർ വാസ് എ വാലിഡ് പുൾ ബാക്ക് ഹിയർ ആൻഡ് സബ്സീക്വന്റ് മൂവ്മെന്റ് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺഡ് ഹയർ ഓൺ എ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. സോ വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ മാർക്കറ്റ് വാസ് ഗോയിങ് അപ്പ് സൈഡ്, അല്ലേ? അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ദിസ് വാസ് എ പുൾ ബാക്ക് മിറ്റിഗേഷണൽ മൂവ്. സോ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് വാസ് എ മിറ്റിഗേഷണൽ മൂവ്. അതിനുശേഷം 1 hourന് ശേഷം മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഈ ഒരു 1 hour സ്ട്രക്ചറിന്റെ പുൾ ബാക്കിനെ മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് കയറി വന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓൺ എ ഹയർ ടൈം ഓൺ എൻട്രി സെനാരിയോ മാർക്ക് ദ സ്ട്രക്ചർ ഹയർ ടൈം ഫ്രെയിം 1 hour നമ്മൾ നോക്കുകയാണ്. ഐഡന്റിഫൈ സ്ട്രോങ് ലോ, വീക്ക് ലോ. കറക്റ്റ്? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നു ഏതൊക്കെയാണ്. അത് നമ്മളെ സംബന്ധിച്ചൊരു ആ സ്ട്രോങ് ലോയെ അവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. ദെൻ ഐഡന്റിഫൈ പ്രീവിയസ് ഏരിയ ഓഫ് ദ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ്. സോ നമ്മളിങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേനും ഈ ഹയർ ടൈം ഫ്രെയിമിൽ ഈ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഈ 50% ഈസ് എ വാല്യൂ ഏരിയ. സോ ഇനി നോക്കുന്നത് ഐഡന്റിഫൈ പി ബി ഓൺ 1 hour 50 minutes നിയർ ദ പ്രീവിയസ് ഏരിയ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ പ്രീവിയസ് ഏരിയ ഈസ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സോ ഇത് നമ്മൾ 1 hourൽ നിന്ന് 50 minutesലേക്ക് ഡൗൺ സൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 50 minutesൽ പുൾ ബാക്ക് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ദാറ്റ്സ് ഓൾസോ എ വാലിഡ് ലെവൽ ഫോർ അസ് ഫോർ ഗെറ്റിംഗ് എ ട്രേഡ് എൻട്രി. ഓക്കെ, നൗ അത് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ,
if the pullback is sweeping by the market, on a little secret play out. Enter the subsequent mitigation or a fair value gap or last buying candle, whatever it is. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ ഓർ LTT വാട്ട് എവർ ഇസ് ദെയർ, അതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരു ഏരിയ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മിറ്റിഗേഷണൽ ഏരിയ, അല്ലെങ്കിൽ ആ ഏരിയയിൽ വന്ന് പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓൾവേസ് ഞാൻ പറയാറുണ്ട്, ബൈ എൻട്രി ഓൺ എ റെഡ് ക്യാൻഡിൽ, ബിക്കോസ് compared to the previous candle, the structure of this candle is on a discount rate, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബൈ ഓൺ എ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഓൺ എ റെഡ് ക്യാൻഡിൽ ആൻഡ് സെൽ ഓൺ എ ഗ്രീൻ ക്യാൻഡിൽ. ഇത് എന്തുകൊണ്ടാണ്? ബിക്കോസ് കമ്പയറിംഗ് ടു ദ പ്രീവിയസ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ആയിരിക്കുമല്ലോ അതിന് തൊട്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് താഴെയുള്ള ക്യാൻഡിൽസ് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഗ്രീൻ ക്യാൻഡിൽ വിൽ ബി ഓൺ എ പ്രീമിയം സ്ട്രക്ചർ, ദിസ് വിൽ ബി ഓൺ എ ഡിസ്കൗണ്ടഡ് സ്ട്രക്ചർ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർ ദ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തെങ്കിലും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഓർ ഓൺ എ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ, ഇവിടുത്തെ ഈ ലാസ്റ്റ് മൂവ്മെൻറ്റ് ഇതായിരുന്നു ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിൽ. ഈ ഏരിയ എന്ന് പറയുന്നത്, മിറ്റിഗേഷൻ ഏരിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ 50% ഏരിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. 50% ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോർ കോൺഫ്ലുവൻസിങ് ഏരിയ. പ്ലസ് അഡീഷണൽ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് അവിടെ എന്തെല്ലാം ഏരിയ ആണ്. ദീസ് ആർ കോൾഡ് മൈനർ സ്ട്രക്ചർ and this is a major structure. So you are considering minor structure and major structure, both നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മേജർ സ്ട്രക്ചറിലെ ആക്ടിവിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വെദർ യുവർ എൻട്രി വിൽ ബി സെല്ലിംഗ് ഓർ ബൈയിങ്, അതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. സോ വി വിൽ കൺസിഡർ ദി സെല്ലിംഗ് ആൻഡ് ബൈയിങ് കമ്പാരിറ്റീവ്ലി സപ്പോർട്ട് ഫോർമേഷൻ ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ എവിടെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. I know you didn't understand. Okay, now I'll come to that and let us understand this one in a detail. Now, 1 hour PB sweep by the market, if it is 50% of the previous area, higher chance the market will take a U-turn. So, conceptually, നമ്മളൊരു 1 hourൽ ഒരു പുൾ ബാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് എന്ന് കൂട്ടുക. ഇതൊരു പുൾ ബാക്ക് അല്ല. സോ ഇവിടെ അത് കാണിക്കും. ഓക്കെ, സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ദിസ് ഈസ് എ 3 candle പുൾ ബാക്ക്. ദിസ് ഈസ് എ 3 candle പുൾ ബാക്ക്, ഇത് അല്ലേ? അപ്പോൾ ഈ 1 hourൽ ഈ 3 candle പുൾ ബാക്കിനകത്ത് 1 hour സ്വീപ്പ് ബൈ ദ മാർക്കറ്റ്. സപ്പോസ് മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ ഏരിയ നമ്മളെ സംബന്ധിച്ച് ഈ ഏരിയ എന്ന് പറയുന്നത്, ഓർ ഈ ഏരിയ എന്ന് പറയുന്നത്, ദിസ് ഏരിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ us, അല്ലേ? അപ്പോൾ മാർക്കറ്റ് വന്നു കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ദി സ്വീപ്പ് വിൽ, ഇങ്ങനെ ഒരു സ്വീപ്പ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു റെഡ് ക്യാൻഡിൽ ഇറങ്ങി വന്നതിന് ശേഷം വാട്ട് വിൽ ബി ദ ആക്ടിവിറ്റി ഓഫ് ദ മാർക്കറ്റ്, പെട്ടെന്ന് തിരിച്ച് കയറി പോകും. സോ ഈ ലൈനിൻ്റെ മുകളിൽ പെട്ടെന്ന് മാർക്കറ്റ് തിരിച്ച് കയറി വരും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള കൺവിക്ഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും മാർക്കറ്റിൽ. നമ്മൾ എന്തുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ ഏരിയ ഉണ്ടെങ്കിൽ ഹയർ ചാൻസ് ദാറ്റ് ഈവൻ ദ മാർക്കറ്റ്, ഇവിടെ ഈ മാർക്കറ്റ് ഇറങ്ങി ഇവിടെ വന്ന് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം you can assume that the market will go up because this is an important area. ഈ ഏരിയയുടെ മുകളിൽ പെട്ടെന്ന് പ്രൈസ് കയറി ടാപ്പ് ചെയ്ത് നിൽക്കും. സോ നമ്മളെ സംബന്ധിച്ച് ഏരിയ എന്ന് പറയുന്നത്, സപ്പോസ് ഇങ്ങനെ പ്രൈസ് വരുമ്പോഴത്തേനും എന്താണ്, 2 സിനാരിയോ സംഭവിക്കാം. ഇവിടെ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ വീണ്ടും വരുന്നു, അതിനുശേഷം പ്രൈസ് ഇവിടുന്ന് റിജക്ഷൻ ചെയ്ത് താഴേക്ക് വരുന്നു. വേറെ ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി തന്നെ അടുത്ത ക്യാൻഡലിന് മുകളിലേക്ക് പോകുന്നു, ഇവിടെ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നു, വീണ്ടും പിന്നെ താഴെ കയറുന്നു, ഇവിടെ വന്നിട്ട് ട്രേഡ് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നു പ്രൈസ്. ഇങ്ങനത്തെ 2 സെനാരിയോസ് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സംഭവിക്കുകയുള്ളൂ ഇതിൻ്റെ കാര്യത്തിൽ. ഇവിടുത്തെ ഈ ആക്ടിവിറ്റി വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ ഓൺ എ മൈനർ ടൈം ഫ്രെയിം വാട്ട് വിൽ യു ഡു? ഇവിടെ എന്ത് സംഭവിക്കും? എന്താണ് നമ്മളുടെ ലിറ്റിൽ സീക്രട്ട് ഇവിടെ പ്ലേയിങ് ഇറ്റ് ഔട്ട് ഓർ നോട്ട്, നമ്മളുടെ ലിറ്റിൽ സീക്രട്ട് ഈ ഏരിയയിൽ ഇവിടെ വരുമ്പോഴത്തേനും, മാർക്കറ്റ് വരുമ്പോഴത്തേനും ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ, പ്രൈസ് കം ഡൗൺ ടു മിറ്റിഗേറ്റ്, ദെൻ ഷൂട്ട് അപ്പ്. ഈ ഒരു ആക്ടിവിറ്റി യു ക്യാൻ ഫൈൻഡ് ഇറ്റ്, ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ on a minor time frame, what will you be looking for? This is more important. So ഇങ്ങനത്തെ ഏരിയയിൽ you will never get an opportunity. Market will be very quick momentum. So എന്താണ് ചെയ്യുന്നത് നമ്മൾ? 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ you will find this opportunity on a candle wise structure. മനസ്സിലായോ? Candle wise structureൽ if it is forming here under this area, suppose 1 candle is formed here. So ഞാനതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ച് കാണിക്കാം. So 1 candle is formed here. A low is created. Okay, ഇവിടുന്ന് ഇങ്ങനെ വരുക, ലോ ഈസ് ക്രിയേറ്റഡ്, ദെൻ എ ഹൈ ഈസ് ക്രിയേറ്റഡ്, സെക്കൻഡ് ക്യാൻഡിൽ. ഓക്കെ, ദെൻ ദിസ് ലോ ഈസ് ടേക്കൺ, ദെൻ ദിസ് ഇവിടുന്ന് നേരെ ലോ ഈസ് ടേക്കൺ, ദെൻ ദിസ് ഹൈ ഈസ് ടേക്കൺ, 3 ക്യാൻഡിലായി. ദെൻ പ്രൈസ് കം ഡൗൺ ടു മിറ്റിഗേറ്റ്. സോ ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗോ അപ്പ്.
മനസ്സിലായി? റെഡ് കളർ നോക്കണ്ട, കളർ ഡസിൻ മാറ്റർ. ഞാനിപ്പോൾ ഇത് കാണിച്ചതേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? ഈ സ്ട്രക്ചർ മനസ്സിലായി എന്താണെന്ന്. എ ലോ ഈസ് ക്രിയേറ്റഡ് ഓൺ എ കാൻഡിൽ വൈസ് സ്ട്രക്ചറാണ് നോക്കുന്നത്. ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഈസ് ടേക്കൻ and the high is taken. See, ഇവിടെ high is taken. This is the previous area. Then on the candle wise structure, price come down to mitigate and this went up. So this area, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു കുഞ്ഞു കാര്യം പറയുമ്പോഴത്തേനും ആ കാര്യത്തിന് പുറകെ പോയി അത് കണ്ടുപിടിക്കുന്നത് എല്ലായിടത്തും പോയി ക്യാൻഡിൽ വൈസ് നോക്കാൻ തുടങ്ങും. ഇറ്റ്സ് റോങ് സെനാരിയോ. സോ അങ്ങനെ ക്യാൻഡിൽ വൈസ് നോക്കുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് നമുക്ക് എൻട്രി കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ വൈസ് നോക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദ പുൾ ബാക്ക് ഏരിയ ഓൺലി. കീപ്പ് ഇൻ മൈൻഡ്, ബേൺ ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ബിക്കോസ് റോങ് ടെക്നിക്കിൽ പോയി റോങ് കാര്യങ്ങൾ ചെയ്ത് പഠിക്കരുത്. ബിക്കോസ് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്കിത് എക്സ്ട്രാപ്പറേറ്റ് ചെയ്തെടുക്കണം. അതായത് എക്സ്പീരിയൻസ് നിങ്ങളത് ചെയ്ത് ചില സർട്ടൺ ഏരിയാസിൽ നമുക്ക് കിട്ടും എൻട്രി. ഓക്കെ, അപ്പം എന്താണ് അവിടെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം? ദിസ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ റീറ്റെയിൽ ഗ്രേവിയാർഡ്. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പ്രീവിയസ് ലെക്ചറിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് the price manipulation and the price fluctuation activity will be very very fast and you will never get an entry to participate. നമ്മൾ അത്രമാത്രം ട്രിക്കിയോടുകൂടെ നമ്മൾ നോക്കിയിരിക്കണം. പക്ഷേ ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ മിനിമൽ ആയിരിക്കണം. യു ഷുഡ് നോട്ട് സ്റ്റിക്ക് ഓൺ വിത്ത് സ്റ്റോപ്പ് ലോസ്. ഇവിടെ വന്ന് കയറി ഇവിടുന്ന് ഈ നമ്മൾ ആ ഫൈൻഡ് ചെയ്തിരിക്കുന്ന ഏരിയ അതിന് താഴെ പോകാൻ പാടില്ല പ്രൈസ്. അങ്ങനെ പ്രൈസ് പോവുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി എക്സിറ്റ് ഇറ്റ്, കോസ്റ്റ്. ഇതാണ് അതിനകത്തെ കാര്യം. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ട്രേഡിംഗ് മോഡൽ നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് പുൾ ബാക്ക് ഏരിയയിൽ ഇത് സ്വീപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ഏരിയ വിൽ ബി നമുക്ക് മോർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈവൻ ദർ ഇസ് എ പുൾ ബാക്ക് ഏരിയ, ഇവിടെ ഇതൊരു പുൾ ബാക്ക് ഏരിയ ഉണ്ട് ആൻഡ് ദ പ്രീവിയസ് സ്ട്രക്ചർ ഇസ് ദിസ് ആൻഡ് ദ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. മനസ്സിലായോ? ഇവിടെ ദിസ് ഈസ് എ പുൾ ബാക്ക് ഏരിയ and high is created, low is created. Suppose you consider this as the previous area. When the market is coming down here, ഇങ്ങനെ വരുവാണ്. അപ്പോൾ this is a pullback area അല്ലേ? This pullback ഏരിയയിൽ പ്രൈസ് ഇങ്ങനെ വന്ന് താഴേക്ക് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേനും you should understand the market in two-dimensional way. What is the two-dimensional understanding? Consider the previous area. So number one. And if the pullback is of confluencing with 50% of the previous area, ഓക്കെ, പല സെനാരീസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ദിസ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി പ്രീവിയസ് ഏരിയയുടെ കോൺഫ്ലുവൻസ് ഉണ്ട്. പ്ലസ് നമുക്ക് ഇവിടെ ഈ പുൾ ബാക്കിൻ്റെ സെനാരിയോയിലും കൂടെ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിനെ ആ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ നോക്കി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ദിസ് മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ ടു ടാർഗറ്റിംഗ് ദിസ് പുൾ ബാക്ക് ഏരിയ ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക് ടച്ച് ഹിയർ ആൻഡ് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മേളിലേക്ക് പെട്ടെന്ന് ക്വിക്ക് സ്വീപ്പിൽ തിരിച്ചു കയറിപ്പോകും. ഇതാണ് ഏരിയ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രീവിയസ് ഏരിയ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് അല്ലേ. നൗ ഐഡൻറ്റിഫൈ പ്രൈസിംഗ് സ്ട്രക്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് FRVP ഇത് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. മേക്ക് ഷുവർ വേർ യു എൻ്റർ ഇഫ് ഇറ്റ് ഈസ് എൻ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് യുവർ ടാർഗറ്റ് വിൽ ബി സ്മോൾ. ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ആണോ അല്ലയോ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ അല്ലേ. ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ആണോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ഇത് മേളിലേക്ക് കയറി വരുമ്പോഴത്തേനും ദിസ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ഫോർ അസ്. ഇറ്റ്സ് എ ഷാബി പ്രൈസ് ആക്ഷൻ. വാട്ട് എവർ യു സീ, ഇവിടെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഡസൻ മാറ്റർ. ഇറ്റ്സ് എ ഷാബി പ്രൈസ് ആക്ഷൻ ബിക്കോസ് കൺസെപ്ച്വലി ഈ ലോ ഇസ് ടേക്കൺ മീൻസ് ഇവിടെ ക്യാൻഡിൽ ക്ലോഷർ നടന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റിന്റെ സ്ട്രക്ചർ വീക്കായി എന്നാണ് അർത്ഥം, അതിന്റെ അർത്ഥം. അതിനുശേഷം പ്രൈസ് മേലേക്ക് വന്നു. ഇനി പ്രൈസ് ഇവിടുന്ന് നേരെ തിരിച്ച് കയറി പോകാം. ബിക്കോസ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആർ ദെയർ അല്ലേ. ഓരോ ദിവസത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹിസ്റ്ററിയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് വേണേലും പ്രൈസ് ആക്ഷൻ നടക്കാം. പക്ഷേ സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. നമ്മളൊരു ഏരിയ കണ്ടുപിടിക്കുകയാണ് എവിടെ നമുക്ക്. അപ്പോൾ FRVP വെച്ച് നോക്കുമ്പോഴും നമ്മൾ FRVP ഓൺ എ പർട്ടിക്കുലർ ഡേയിലുള്ള FRVPയിൽ നമ്മൾ നോക്കുന്നു അല്ലേ. നമ്മുടെ ഇവിടുത്തെ ഫിക്സ്ഡ് റേഞ്ച് വോളിയത്തിൽ നമ്മൾ ആ പർട്ടിക്കുലർ സപ്പോസ് ഇവിടെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് പ്രൈസിങ് വരുന്നതെങ്കിൽ നമ്മളിവിടെ അറ്റ്ലീസ്റ്റ് ആ 2 ഡേയ്സിൻ്റെ നോക്കുന്നു. ഒരു ഇതിൽ നോക്കുമ്പോൾ ദിസ് വാസ് എ പ്രീമിയം ഏരിയ. സോ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ വെച്ചാൽ നോക്കുന്നു എവിടെ നിന്നാണ് മാർക്കറ്റ് വന്നത്. സോ ദിസ് വാസ് എ പ്രീമിയം ഏരിയ. അപ്പോൾ 1 2 3 4 5 ഡേയ്സിൻ്റെ ട്രേഡിംഗ് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് എ പ്രീമിയം ഏരിയ. അപ്പോൾ മോസ്റ്റ്ലി ഈ പ്രീമിയം ഏരിയ കൺസിഡർ ചെയ്യുമ്പം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡിങ് നടന്നിരിക്കുന്നത്. ഈ പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത്. സോ നാച്ചുറലി മാർക്കറ്റ് ആ ഒരു വോളിയത്തിൽ നിന്നും ഡിവൈഡ് ചെയ്തിരിക്കും. അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഈ 3 ലൈനും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ബൈയിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ FRVP നോക്കി ഒരിക്കലും നമ്മൾ ആ ഒരു ഏരിയ FRVP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു 20% കോൺഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മളത് 100% ആയിട്ട് നമ്മൾ അതിനകത്ത് എടുക്കാൻ പാടില്ല. നൗ ലെറ്റ്സ് കം ടു ഇവിടെ വന്ന് നമ്മൾ നോക്കിയത് ഇവിടെ പോയി ഇവിടെ. സോ എൻട്രി സെനാരിയോയിൽ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അത് ചാർട്ടിൽ ഒന്നും കൂടെ നമുക്ക് ഇന്നത്തെ എൻട്രി സെനാരിയോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ടാർഗറ്റ് ഐഡന്റിഫൈങ് സിംഗിൾ ക്യാൻഡിൽ ആൻഡ് 3 ക്യാൻഡിൽ പുൾ ബാക്ക് അല്ലേ. ഐഡന്റിഫൈ സിംഗിൾ ക്യാൻഡിൽ ആൻഡ് 3 ക്യാൻഡിൽ പുൾ ബാക്ക്. ഈ സിംഗിൾ ക്യാൻഡിലും 3 ക്യാൻഡിലും നമ്മൾ പുൾ ബാക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ബോട്ടം സൈഡിലായിരിക്കും നമ്മളുടെ ഇപ്പോൾ റൈസിംഗ് മാർക്കറ്റിലാണെങ്കിൽ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിലാണ് ഇവിടെ ഒരു പുൾ ബാക്ക് കണ്ടു. ആ പുൾ ബാക്കിൻ്റെ ഈ തൊട്ട് താഴെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ വെക്കുള്ളൂ ഈവൻ സിംഗിൾ ക്യാൻഡിലാണെങ്കിൽ. അപ്പോൾ അത് മിറ്റിഗേഷണൽ മൂവ്മെന്റ് ആണോ മാർക്കറ്റ് വരുന്നത്, ഓർ ക്രിയേഷൻ ഓഫ് എ ന്യൂ പുൾ ബാക്ക് ആണോ, പിന്നെ താഴോട്ട് പോകാനുള്ളതാണോ എന്ന് നമ്മൾ നോക്കുമ്പോൾ പുൾ ബാക്ക് ആ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഇത്. ഇഫ് ദ പ്രീവിയസ് ക്യാൻഡിൽസ് വിത്ത് ബിഗ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ 50% ഓഫ് ദ പർട്ടിക്കുലർ ക്യാൻഡിൽ. സപ്പോസ് നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വലിയൊരു ക്യാൻഡിൽസ് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും അല്ലേ. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സബ്സീക്വന്റ് മൂവ്മെന്റിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ ഈ ഏരിയയുടെ എപ്പോഴും നമ്മളൊരു 50% എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ദിസ് വാസ് 50%. സോ സ്ട്രക്ചറൽ ഡൈനമിക്സിൽ വാട്ട് യു വിൽ ബി ലുക്കിംഗ് ഫോർ, സ്ട്രക്ചർ ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ പ്രീവിയസ് ഏരിയയുടെ സ്ട്രക്ചറിന്റെ 50% നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിമിലർലി ലോജിക്കലി യു ആർ കണക്ടിങ് ദ ക്യാൻഡിൽസ്റ്റിക്സ് മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ സ്ട്രക്ചറൽ ഔട്ട്ലൈൻ. അതാണ് ഇമ്പോർട്ടന്റ്. സ്ട്രക്ചറൽ ഔട്ട്ലൈനിൽ നമ്മൾ എന്ത് ലോജിക്കാണോ യൂസ് ചെയ്യുന്നത്, സെയിം ലോജിക്ക് യു വിൽ ബി ലൂസിങ് ഫോർ ദ ക്യാൻഡിൽസ്റ്റിക്സ് പൊസിഷൻ ഓൾസോ. മനസ്സിലായോ? സോ ഇസ് ദാറ്റ് ലോജിക്കലി കണക്ടിങ് ഓർ നോട്ട്? Yes. Okay. Now, target just below the PB area, target on 50% of the previous area. സോ നമുക്ക് രണ്ട് രീതിയിൽ ടാർഗറ്റ് PB ഏരിയയുടെ ബിലോ കൊണ്ടുപോയിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും അല്ലേ. ബൈയിങ് ക്യാൻഡിൽ സപ്പോസ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നു. സോ ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. പുൾ ബാക്ക് കയറി ദിസ് വാസ് എ പുൾ ബാക്ക് ഏരിയ അല്ലേ. മാർക്കറ്റ് സബ്സിക്വന്റ് മൂവ്മെന്റിൽ ഇവിടെ വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഷോർട്ട് സെൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുൾ ബാക്കിന്റെ മുകളിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ബിക്കോസ് മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോകുന്നു, അതിനുശേഷം മാർക്കറ്റ് പുൾ ബാക്ക് വരുന്നു, പിന്നെ മാർക്കറ്റ് കയറി പോരുന്നു. അപ്പം നെക്സ്റ്റ് വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴത്തേനും ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അപ്പം ഇവിടെ സ്വീപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും നമ്മുടെ ട്രേഡ്. യു ഡോണ്ട് നോ വേർ ഇറ്റ് വിൽ ഹിറ്റ് ഓർ നോട്ട്. എന്താണ് ഇവിടെ ചിലപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്ന് തിരിച്ച് കയറി പോകുന്നതാണ്. നമുക്ക് ഇവിടെ വരെയുള്ള ടാർഗറ്റ് മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്തെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ തിരിച്ച് ഓണേ സെല്ലിംഗ് സൈഡ് ഓൾസോ നമ്മൾ ആ ഒരു സംഭവത്തിലാണ് നമ്മൾ ടാർഗറ്റ് കാണുന്ന പല വീഡിയോസിനകത്തും ടാർഗറ്റിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, നോ യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ടാർഗറ്റ് ഓൺ എ സിംഗിൾ സെറ്റപ്പ്. നമ്മൾ ആദ്യമേ നമ്മൾ സ്ട്രക്ചറെ നോക്കുമ്പോൾ വെർ ഇസ് യുവർ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, ഫോർത്ത് ടാർഗറ്റ്, യു ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദിസ്. എന്നാലേ നമുക്ക് അതിനകത്ത് ട്രെയിൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് കം ടു ദ ചാർട്ട്, നോ പ്രോബ്ലം. ട്രെയിലിംഗ് എസ് എൽ വിൽ ബി ഓൺ ദ ബോട്ടം ഓഫ് ദ പുൾ ബാക്ക് ക്യാൻഡിൽ വിത്ത് എ ബ്രീത്തിങ് ഗ്യാപ്പ്. ബ്രീത്തിങ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അവിടെ ഒരു ശ്വാസം വിടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കലി നമ്മളിപ്പം പറയുന്നത് എന്താണ്, പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് ഡൺ. ഓക്കെ, അപ്പം technically your stop loss will be below the price manipulation area. സോ നമ്മൾ കൃത്യം ഇതിൻ്റെ തൊട്ട് ഇതേ കൊണ്ടുവെക്കരുത്. സോ നമുക്കൊരു സ്മോൾ ബ്രീത്തിങ് ഗ്യാപ്പും കൂടെ കൊടുത്ത് ഒരു ഇച്ചിരി കൂടെ താഴെയായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ പക്ഷേ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയ എക്സാക്ട്ലി നമ്മൾ ഈ ഒരു റെഡ് ക്യാൻഡിലായിരിക്കും എൻട്രി എടുക്കുന്നത്. അതിനുശേഷം വരുമ്പോഴത്തേന് നമ്മളിവിടെ ഐഡിയലി നമ്മുടെ മനസ്സിലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കണം. ഇൻ കേസ് പല പ്രാവശ്യം അവിടെ ടാപ്പ് ചെയ്യുന്ന പോലെ കാണുവാണെങ്കിൽ അങ്ങ് വിട്ടാക്കണം, ട്രേഡ് അങ്ങ് വിട്ടാക്കണം, അത്രേ ഉള്ളൂ. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ നമ്മൾ അവിടെ ബലം പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ ഈ ടെക്നിക്കലി ഉള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെ വേണേലും കൺസിഡർ ചെയ്യാം, ഇവിടെ വേണേലും കൺസിഡർ ചെയ്യാം. ഇൻ കേസ് പെട്ടെന്നൊരു ക്വിക്ക് സ്വീപ്പ് നടന്നു, സോ യു വാച്ച് ഔട്ട് ദ ആക്ടിവിറ്റി ഹിയർ. കുറച്ച് നേരം ഇവിടെ നോക്കുക നമ്മുടെ ഏരിയയിൽ അത് എങ്ങനെയാണ് സ്വീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇത് ചെയ്തതിന് ശേഷം മേ ബി ട്രേഡ് ചെയ്ത് ഇങ്ങനെ പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും പ്രൈസ് ഇങ്ങനെ കയറി ഇവിടെ വരെ വരും. ബിക്കോസ് ദിസ് ഏരിയ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കയറി ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് താഴോട്ട് പോകുമ്പോഴത്തേനും എക്സിറ്റ് ഫ്രം ഹിയർ. അപ്പം നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിക്കോസ് ഓൺ എ സ്ട്രക്ചർ ടു സ്ട്രക്ചർ ലെവൽ മാർക്കറ്റ് ഈസ് ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. സോ വാട്ട് ഈസ് ദിസ് ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് വരുന്നത്. സ്ട്രക്ചറൽ ബ്രേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ 50% ഇറ്റ് വിൽ കം ബാക്ക് മിറ്റിഗേറ്റ്, പിന്നെ അഗൈൻ ഇറ്റ് വിൽ കം ബാക്ക് മിറ്റിഗേറ്റ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്ത കൺസിഡർ എനി വൺ ഓഫ് ദ below points according to the market condition. Technical stop loss will be just below the price manipulation area, but always trade with a small SL. Extreme situation, wait for the entry candle, bottom sweep and price rejection. Hold, otherwise leave the trade. നമ്മൾ വളരെ മിനിമൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. സോ മിനിമൽ സ്റ്റോപ്പ് ലോസ് യു ഗെറ്റ് ഓർ നോട്ട് ഗെറ്റ്. ഓക്കെ, ആ ട്രേഡ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഒരു അവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടോ
പറ്റിയിട്ട് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയോ എല്ലാം കൂട്ട്. സം ടൈംസ് മാർക്കറ്റ് വിൽ ഷോ യു എക്സ്ട്രീം മൊമെൻറ്റം, പിന്നെ നമുക്ക് പതുക്കെ ട്രെയിൽ ചെയ്ത് പോയാൽ മതി. അതാണ് അതിനകത്തെ കാര്യം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ സെറ്റപ്പിൽ എങ്ങനെയാണ് എൻട്രി ഫോർമേഷൻ വരുന്നതെന്ന് നോക്കാം. സോ ഇവിടെ അപ്പം ഈ എൻട്രി ടെക്നിക്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണ്ടു. സോ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും പുൾ ബാക്കുകൾ വല്ലതും ഉണ്ടോ നമ്മൾ നോക്കുക. സോ ഇവിടെ ഒരു പുൾ ബാക്ക് ഏരിയ ഒന്നും ഇല്ല. സോ നമ്മളെ സംബന്ധിച്ചൊരു വാലിഡ് ആയിട്ടുള്ള ലെവലൊന്നും ഇല്ല. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഡേ വൈസ്. നമുക്കൊന്ന് നോക്കാം. ഡേ വൈസ് ഇവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവം? ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് ആക്ഷൻ മോഡിലേക്ക് പോയി. ഇവിടെ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. നാവും ഡേ വൈസ് ഇത് നോക്കുമ്പോൾ ഒരു പുൾ ബാക്ക് ആണ്. ബിക്കോസ് പ്രൈസ് ആക്ഷൻ എന്താണ്? താഴേക്ക് വരുന്ന ലോ ക്രിയേറ്റഡ് ആൻഡ് ദ പ്രൈസ് മൂവ്മെന്റ് ഈസ് അപ്പർ സൈഡ്. ആൻഡ് ഇവിടെ പ്രൈസ് താഴെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് പ്രൈസ് മുകളിൽ നിന്നാണ് താഴോട്ട് പോകുന്നത്. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഒരു സ്ട്രക്ചറിൻ്റെ, ഈ സ്ട്രക്ചറിൻ്റെ 50% വരുന്നു അതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ്. സോ ഇതൊരു പുൾ ബാക്ക് ആണ്. സോ നെക്സ്റ്റ് ടൈം മാർക്കറ്റ് വിൽ കം ബാക്ക് ആൻഡ് സ്വീപ്പ് കം ഡൗൺ, സ്വീപ്പ് കം ഡൗൺ, പിന്നെ അങ്ങനെ വന്ന് മുകളിലേക്ക് കയറിപ്പോൾ. ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഫിനോമിന. സോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഏരിയയും ഇല്ല, നോക്കിയിട്ട് ഒരു ഏരിയയും കണ്ടുപിടിക്കാനില്ല. സോ ലെറ്റ്സ് കം ടു 1 minute. ലെറ്റ് ഇറ്റ് ഓപ്പൺ എനിവെയർ. മാർക്കറ്റ് എവിടെ വേണേലും ഓപ്പൺ ചെയ്തോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. സോ മാർക്കറ്റ് ഇവിടെ വരുന്നു. എവിടെയാണ് നമ്മുടെ ഏരിയ? ഇത് 24, 25, ടുഡേസ് 26 അല്ലേ? സോറി 25 എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഇത് 24, ഇവിടെ 25. സോ ഇതാണ്, ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത് 25ൻ്റെ ഇടയിൽ. ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സോ ഇവിടെ വരുമ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? മാർക്കറ്റ് ആണ് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് അല്ലേ? ഇവിടെ താഴെ വരുന്നു, പിന്നെയും വരുന്നു, ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ഹൈ ബ്രേക്ക് ചെയ്യാൻ വരുന്നില്ല, പോട്ടെ, നമ്മളെ സംബന്ധിച്ച് എൻട്രി ഇല്ല. നമ്മൾ ബേസിക്കലി അതാണല്ലോ നോക്കുന്നത്, എൻട്രി സെനാരിയിൽ ക്വാളിഫൈ ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വെച്ചാൽ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, അഗെയിൻ ലോ ഇസ് ടേക്കൺ. പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ഒരു ലോ അല്ലേ? ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ലോ ആണ്. ഈ ലോ ബ്രേക്ക് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇത് നമ്മളെ സംബന്ധിച്ച് ഹൈ ആണ് ഇത്. അപ്പം ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് നോട്ട് ടേക്കൺ, ലോ ഈസ് ടേക്കൺ, ദെൻ പ്രൈസ് ആക്ഷൻ നേരെ മുകളിലേക്കാണ് അല്ലേ? ഇവിടെ ഒന്നുമില്ല, ഹൈ ഈസ് ടേക്കൺ, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ടു മിറ്റിഗേറ്റ്, ആൻഡ് ഇവിടെ ലോയും ഹൈ നമുക്ക് കിട്ടിയല്ലോ, ലോയും this is a low and this is a high. Okay, so high and low, what is your previous area? This is your previous area. This is your previous area. Okay, this previous area, price is coming back to mitigate alle, price is coming back, this is the previous area, price is coming back to mitigate. Did you get an entry here? Yes, ഇവിടെ നമ്മൾ ആക്ച്വൽ എൻട്രി ഡിപ്ലോയ് ചെയ്ത സ്ഥലമാണ് ഇതല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എൻട്രി കിട്ടി. പ്രൈസ് ഇത് ആ ഒരു ലോജിക്കിനെ ബേസ് ചെയ്തിട്ടല്ല കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്തെല്ലാം ഏരിയ ആണ് കോൺഫ്ലുവൻസിങ് ആയിട്ടുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, എക്സാക്ട്ലി മാർക്കറ്റ് അതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഏരിയയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ റിജക്ട് ചെയ്യുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഈ സ്ട്രക്ചറൽ ഡൈനമിക്സിൽ ഇവിടെയാണ് അത് ക്വാളിഫൈ ചെയ്യുന്നത്. ഇനി നോക്കി കഴിഞ്ഞപ്പോൾ 50% കറക്റ്റഡ്, പ്രൈസ് വെന്റ് അപ്പ്, ഇവിടെ ഒരു എൻട്രി കിട്ടി, അത് സക്സസ്ഫുള്ളി ക്ലോസ്ഡ് ഔട്ട്. ഇവിടെ 80 പോയിന്റോളം ഉണ്ടായിരുന്നു. ഓക്കെ, നൗ ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ വന്നു, പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ. സോ നമ്മുടെ ലോ ഇതായിരുന്നു, ഈ ലോയിൽ നിന്ന് പ്രൈസ് താഴേക്ക് വരുവാണ്. പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും എന്താണ് നമ്മൾ നോക്കുന്നത്? 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ പ്ലസ് പ്രൈസ് ആക്ഷൻ, പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് കംപ്ലീറ്റഡ്, ദെൻ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ടു മിറ്റിഗേറ്റ്. ആ മിറ്റിഗേഷൻ ചെയ്യാൻ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അടുത്ത എൻട്രി ഉണ്ടോ നോക്കുകയാണ്. സോ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ എഗെയിൻ ആൻഡ് എഗെയിൻ, ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് ഒരു ടൈപ്പ് ഓഫ് സപ്പോർട്ട് ഇവിടെ അല്ലേ? ഇവിടെയാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇത്. സോ ഇവിടെ ഒരു തിക്കർ ലൈനും കൊടുക്കാം. ഓക്കെ, ഇതാണ് പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. സോ ഓൺ എ ലാർജർ സ്കെയിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഈസ് നോട്ട് ടേക്കൺ അല്ലേ? ഇവിടെ എല്ലാം വന്നിട്ട് ഇവിടെ വന്നു പോവാണ്. ഈ ലോ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ അല്ലേ? ദിസ് ലോ ഈസ് നോട്ട് ടേക്കൺ. സോ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേനും അങ്ങനെ നോക്കുമ്പോൾ ലോ ഈസ് നോട്ട് ടേക്കൺ, എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഈസ് നോട്ട് ടേക്കൺ, ബട്ട് വിക്സ് ആർ ഓഫ് മാനിപ്പുലേഷൻ അല്ലേ? നമ്മൾ വിക്സ് ഇല്ലാതെ നമ്മൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ consider this is the body alle, this body is the low is taken, yes. So a high is created, a low is created and a high is created and the low is taken and the high will be taken, number 1. So target finding il namukku ivide that high will be taken ennulladu kaanan pattum. So the high will be taken, where is the high? So ivudne etra point undu? 100 110 point undu high ennu parayunnu alle. So
high will be taken, then market will come back and mitigate, then again go up. അങ്ങനെയാണല്ലോ ടെക്നിക് നമ്മളുടെ സോങ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയും ഏരിയ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. സോ അതിന് മുന്നേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ദ മാർക്കറ്റ് ഈസ് സ്പെൻഡിങ് സോ മച്ച് ഓഫ് ടൈം ഹിയർ. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ നമ്മളെ സംബന്ധിച്ച്. സോ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു? സോ വൺസ് മാർക്കറ്റ് ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? Liquidity points are created. This will be taken out by the market. And liquidity points are created on the downside. This will be taken out by the market. Because these are ranges. Again, price manipulation will be happening to clear out this area. So, it will come down and fake movement, it will go up. Again, it will break ചെയ്യുന്നതാണെങ്കിൽ താഴോട്ട് പിന്നെയും വരും. പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറും. This will be happening, keep on happening. So, ഇവിടെ പ്രൈസ് ആക്ടിവിറ്റി ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ what you have to understand, ഇത് ഈ ഏരിയയിൽ എന്തുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഏരിയ, ഈ ഏരിയയും ഇവിടെ 2 പ്രാവശ്യം പ്രൈസ് വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടല്ലോ. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഏരിയ? അതാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് ഇവിടെ ഈ പോർഷൻ അറിയത്തില്ലെന്ന് വിചാരിച്ചു, ഇവിടം വരെ ട്രേഡിംഗ് നടന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം അല്ലെങ്കിൽ ഇവിടം വരെ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുക മാർക്കറ്റ്, നമുക്ക് ഇവിടെ അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നത്. സോ നമ്മളാണ് 3 മിനിറ്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ നോക്കുന്നു. 3 മിനിറ്റ് സ്ട്രക്ചറിലാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പം. സോ ഇവിടെ നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ എൻട്രി ക്വാളിഫൈ ചെയ്യുന്ന എൻട്രി സിനാരിയല്ല. ഇവിടെ എന്തുകൊണ്ട് സ്ട്രക്ചറിൽ ഇവിടെ എന്തുകൊണ്ട് സപ്പോർട്ട് എടുക്കുന്നു? ദിസ് ഈസ് ദ പ്രോബ്ലം അല്ലേ. ഇവിടം വരെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്, ഇവിടെ എന്തുകൊണ്ട് സപ്പോർട്ട് എടുക്കുന്നു? സോ ഓൺ എ ഹയർ ടൈം ഫ്രെയിം ഇവിടെ നോക്കുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, മിറ്റിഗേഷൻ ഇവിടെ. സോ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, 50% മിറ്റിഗേഷൻ. പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, സി ഇവിടെ ഇത് 50% മിറ്റിഗേഷൻ. പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, ദെൻ വാട്ട് ഹാപ്പൻ? 50% മിറ്റിഗേഷൻ അല്ലേ, ആ വരുന്നത്. അഗെയിൻ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ മോർ ദാൻ 50% അല്ലേ, അത് മിറ്റിഗേഷൻ ചെയ്തു, മാർക്കറ്റിൻ്റെ വഴിക്ക് പോയി. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്? എ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, ഓക്കെ, എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ്. ആൻഡ് ഇവിടെ നോക്കിയാൽ പ്രൈസ് ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് ആക്ഷൻ താഴെ വരുന്നത്. ആൻഡ് ദ ഹൈ ഈസ് ടേക്ക്, ഇതുണ്ടോ ഇവിടെ, അത് ഞാനത് വരച്ച് ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഇവിടെയാണ് വരുന്നത് പോകുന്നത്. ആൻഡ് ഇവിടെ എ ലോ ഈസ് ടേക്കൺ അല്ലേ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ലോ ഈസ് ടേക്കൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈ മൂവ്മെൻറ്റിൽ ലോ ഈസ് ടേക്കൺ, ദെൻ ഹൈ ഈസ് ടേക്കൺ ഇവിടെ, ദെൻ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, ദെൻ യു ഗോട്ട് ആൻ എൻട്രി, സ്റ്റാർട്ട് ആൻഡ് പുഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോട്ട് ആൻ എൻട്രി. ഇവിടെ നമ്മൾ അവിടുന്ന് നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ, ബിക്കോസ് ഈ ഒരു പ്രീവിയസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതുമായിരുന്നു നമ്മുടെ ഏരിയ. അപ്പോൾ ദിസ് വാസ് എ പ്രീവിയസ് ഏരിയ ആൻഡ് 50% ഈസ് കറക്റ്റ്ലി മിറ്റിഗേറ്റഡ്, ദെൻ പ്രൈസ് വെന്റ് അപ്പ്. ദിസ് ഈസ് എ സ്മാർട്ട് പ്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? എ ലോ ഈസ് ടേക്കൺ അല്ലേ, ലോ ഈസ് ടേക്കൺ ആൻഡ് എ ഫ്രഷ് ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് അഗെയിൻ എ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്. സോ നമ്മളെ സംബന്ധിച്ച് വീണ്ടും ഉള്ള ലോ എന്ന് പറയുന്നത് ഇതാണ്. എ ലോ ഈസ് ക്രിയേറ്റഡ് and high is created and a new low is created on the minor structure. This is a minor structure alla, this is a bigger structure alle, aa oru big movement aanalla price inu vannaakkunnu. This is on a macro level and this is on a micro level. So micro level a low is created and a low is created, price went up and a high is almost created alle, aa previous candle inde a type of pullback pole create cheyidu, it is a type of high. So price is coming down, low is taken, high is taken alle. But did the price come back to mitigate this previous area of the 50% of this area? No. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന പ്രീവിയസ് ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഇഗ്നോർ ദിസ് വിക്സ് ആർ ഓഫ് മാനിപ്പുലേഷൻ. നോ, ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് പ്രൈസ് ആക്ഷൻ ഓൺ എ സിംഗിൾ ലെഗ് മൂവ്മെന്റ്. ബോഡി മാത്രം കൺസിഡർ ചെയ്ത് നോക്കി, ഓൺ എ സിംഗിൾ ലെഗ് മൂവ്മെന്റ്. സോ ദിസ് ഈസ് ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഓൺ എ ബോഡി മാത്രം നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ this is on a single leg move, so you can consider this is a low and this is a high, consider yellow. So on this micro level structure, what was the previous area? This idine sambandhiche low is created and the high is created and the low is taken and this is your area 50% അല്ലേ. അപ്പോൾ this is a 50, ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ 50% എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ഈ കൺസിഡർ വിക്സ് ഇല്ലാതെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും, ഓക്കെ സോറി, വിക്സ് ഇല്ലാതെ ഇതൊരു മാനിപ്പുലേഷൻ ഏരിയ ആണല്ലോ. സോ ദിസ് ഈസ് എ ഹൈ, ദിസ് ഈസ് എ ലോ ആൻഡ് യുവർ ഏരിയ ഹിയർ, ദിസ് ലോ ആൻഡ് ദിസ് ഹൈ ഈസ് എ പ്രീവിയസ് ഏരിയ, റൈറ്റ് ഇവിടെ. സോ ദിസ് ഈസ് എ 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ ഓഫ് ദ മൈനർ സ്ട്രക്ചർ which was not mitigated. So what happened?
this area. So on a, see, is on a microstructure, this is completed. On a minor structure, macro structure, it is not completed. So you extend this box, see, you extend this box, and 50% of the area is taking exactly support multiple times. And this is what nobody else will teach you, and only Trading Secrets will teach you. And you are watching Trading Secrets YouTube channel, and be proud of this moment, because എന്താണ് ഇതിനകത്ത് സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. സി, സ്ട്രക്ചർ ആണ് മാർക്കറ്റിന്റെ എല്ലാം എന്ന് പറയുന്നത്. ദ ഹാർട്ട് ബീറ്റ് ഓഫ് ദ മാർക്കറ്റ് ഈസ് സ്ട്രക്ചർ. വിത്തൗട്ട് സ്ട്രക്ചർ മാർക്കറ്റ് ഈസ് നത്തിങ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് ആർ ലാഗിങ് പ്രൈസ് ആക്ഷൻ. Structure is a leading price action, because structure to structure you understand what is the pricing structure of the market. Getting it? മനസ്സിലായോ? മാർക്കറ്റിന്റെ പ്രൈസിംഗ് സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ. സോ വിത്തിൻ ദ സ്ട്രക്ചർ യു ആർ ഡിഫറൻഷിയേറ്റിംഗ് ടു തിങ്സ്. വൺ ഈസ് what are you going to differentiate on a microstructure, whether this market is mitigation completed or not, or on a microstructure whether this mitigation completed or not. If not completed, what happens on a microstructure? You can see when market is spending quite a lot of time, why it is not falling down? Because it wants to fulfill this micro level mitigation of 50%. That's exactly happened here. This is how you understand the micro level structure with respect to the macro level understanding. And macro level mitigation and micro level mitigation, once it is completed, market will fly. Burn this in your mind. This is what is called Trading Secrets, and you are watching Trading Secrets YouTube channel. Okay, അപ്പോൾ ഇതാണ് ഇതിനകത്തെ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി സെനാരിയോ എന്ന് പറയുന്നത്. സോ once you are finding this type of scenario in the structure, within the structure, you have to feel confident that your entry scenarios, what you are going to take an entry on a red candle, you will be holding the entry. And what happened today? I took an entry at this level. So my expectation was here on this, because this was a pullback. So I was keeping my target here, and my stop loss was around here. So it was entry ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു എത്ര മണിക്കൂർ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. ഫുൾ ടൈം കംപ്ലീറ്റ് ഇവിടെ ഈ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നെക്സ്റ്റ് മന്ത് ഇതിൻ്റെ ഇതിലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് ആക്ഷൻ കാരണം അതിൻ്റെ കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് റണ്ണിങ് ഇൻ ലോസ്. ആൻഡ് ഫൈനലി ഇറ്റ് വാട്ട് ഹാപ്പൻഡ്? എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഫ്ലൈ, അല്ലേ? ഇറ്റ് ഫ്ലൂ. അതാണ് ഇതിനകത്തെ കാര്യം. മാർക്കറ്റ് പറന്നു. ഇതിനാണ് ഈ സ്ട്രക്ചറൽ ഡൈനാമിക്സിനകത്ത് നമ്മൾ നോക്കുന്നത്. സോ യുവർ എൻട്രി വിൽ ബി പെർഫെക്റ്റ്ലി മാച്ചിങ് വിത്ത് ദ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ നമ്മൾ ഇങ്ങനെയാണ് എൻട്രിക്കകത്ത് നമ്മൾ ഓണെ മൈക്രോ. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ഞാൻ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ലൈവ് ചാർട്ടിൽ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കാണിച്ചുകൊണ്ട് ഇരിക്കാം. അപ്പോൾ അതിനകത്ത് ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ വറിയേണ്ട. ബിക്കോസ് സി ബേസിക്കലി ജനറലി ടു സമ്മറൈസ് എന്താണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? ഓണെ macro level understanding, on a macro level understanding about the price manipulation. What happens? This is a price manipulation. This price little secret, price manipulation activity will be happening in two-dimensional way. Okay, two-dimensional എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? ഒന്ന് on a macro level structure and on a micro level structure. So subsequent support formation on the macro level, on the macro level and on a micro level, you have to find out where the market is standing. This is more important. Okay, അപ്പം അവിടെ എവിടെയാണ് സപ്പോർട്ട് വരുന്നത് എന്ന് കാണുന്നത് നമ്മൾ ഓൺ ദ മാക്രോ ലെവൽ ആൻഡ് ഓൺ എ മൈക്രോ ലെവൽ. യു ഹാവ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വെദർ ദ മാർക്കറ്റ് ഹാസ് പ്രീവിയസ്ലി മിറ്റിഗേറ്റഡ് ദ ഏരിയ ഓർ നോട്ട്, based on the high stake and low stake in the price manipulation area. So price manipulation activity will be happening everywhere in the chart. Okay, so if you are going to try out your entry on the price manipulation only, you will make mistakes. That is more important. Okay, so ഇവിടെ ഈ ഒരു എൻട്രി സെനാരിയോയിൽ ഇവിടെ ക്യാൻഡിൽ ടു ക്യാൻഡിൽ വൈസ് നമുക്ക് ഒരു സാധനം കാണിച്ചു തരാം. നൗ പ്രൈസ് മാനിപ്പുലേഷൻ, അവർ ലിറ്റിൽ സീക്രട്ട് വാട്ട് ഐ എം സേയിങ്, ഇത് നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ഈ ക്യാൻഡിൽ നമ്മൾ വലുതാക്കുകയാണ്. സോ ഇവിടെ വലുതാക്കി കഴിഞ്ഞപ്പോഴത്തേനും ക്യാൻഡിൽ ടു ക്യാൻഡിൽ എങ്ങനെയാണ് നമ്മൾ യു ആർ ഡ്രില്ലിങ് ഡൗൺ ഇൻ ടു ദ ഗ്രൗണ്ട് ലെവൽ അല്ല, അതിലും സി ദ റാബിറ്റ് ഹോൾ ഈസ് വെരി ഡീപ്പ് അല്ലേ, നമുക്കറിയത്തില്ല എവിടം വരെ ഉണ്ടെന്ന്. സോ യു വിൽ ഹാവ് ടു ഡീപ്പ് ഇൻ ടു ദ
മൈക്രോ സ്ട്രക്ചർ, നാനോ സ്ട്രക്ചർ, അങ്ങനെയുള്ള രീതിയിലോട്ടാണ് നമ്മൾ ക്യാൻഡിലിൻ്റെ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. സോ പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ക്യാൻഡിൽ സ്ട്രക്ചർ. നൗ വാട്ട് ഈസ് ദിസ്? എ ലോ ഈസ് ക്രിയേറ്റഡ് ബൈ ദിസ് ക്യാൻഡിൽ, അല്ലേ? ഈ ലോയ്ക്ക് താഴെ ഒരു ലോ ഈസ് ക്രിയേറ്റഡ്. സി ഇവിടെ എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ സബ്സീക്വൻറ്റ് ക്യാൻഡിൽ എ ഹൈ ഈസ് ക്രിയേറ്റഡ്, സെയിം ക്യാൻഡിൽ ലോ ഈസ് ടേക്കൻ. സോ a low is created and a high is created and the low is taken and the high is taken. This candle is taken, this high is taken and the price come to mitigate ചെയ്യാൻ വന്നില്ലേ? This is a mitigation, അല്ലേ? So and the price come to mitigate. What is mitigating? This on a nano level candle structure setup, and where you will learn all these things only in Trading Secrets YouTube channel. I'm very happy to help you out and very happy to teach you this. Okay, so candle to candle, who will explain you these things? Nobody knows, because നമ്മൾ മാത്രം ഇത് ഇപ്പോൾ പഠിക്കുന്നുള്ളൂ ഈ കാര്യങ്ങൾ. സോ ഇതാണ് ഇതിനകത്തെ കാര്യം. സോ പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് ഹാപ്പനിങ് എവരിവെയർ, ഈവൻ വിത്തിൻ ദ ക്യാൻഡിൽ സ്ട്രക്ചർ. ബേൺ ദിസ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, within the candle structure, price manipulation activity is happening. So don't go and take entry based on this is an absolute wrong scenario, but you can understand that price manipulation activity will be happening inside. So it is not a doji candle, it is not a what type of candle, hammerman candle, so many names are there. Okay, നിങ്ങൾ ആ പേരെല്ലാം പഠിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് only 2 candles are there. One is IFC candle and the other one is coconut candle and mango candle. തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത്ര നേരം നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ എങ്ങനെയാണ് അതിനൊരു കോക്കനട്ട് ക്യാൻഡിലിൻ്റെ മാംഗോ ക്യാൻഡിലിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവരെ സംബന്ധിച്ച് ദേ വിൽ ഹാവ് എ സ്മൈൽ ഓൺ ദെയർ ഫേസ്. ഓക്കെ, നൗ let's come to that. So you understand that there is a price manipulation activity happening within the nano structure of the candlesticks. So when the price activity is happening in the inside, the nano structure is getting momentum. That means it will fly. This is simple technique. So don't take entry. I'm just opening up your mind to understand that these things are happening within inside. Don't never take entry based on this. Because നമ്മുടെ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് യു ഹാവ് ടു ക്ലബ് യുവർ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ എൻട്രി. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ടു സമറൈസ് മാർക്കറ്റ് സ്ട്രക്ചർ ഓൺ എ ഹയർ ടൈം ഫ്രെയിം. 1 hour നമ്മൾ സ്ട്രക്ചറൽ ഡൈനാമിക്സിലേക്ക് നമ്മൾ അതിൻ്റെ ടൈം ഫ്രെയിം മാറ്റുക, സ്ട്രോങ് ലോ വീക്ക് ലോ കാണുക, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാൻ, എവിടെ വരുമ്പോൾ ഏകദേശം ഒരു പ്രീമിയം ഏരിയ എവിടെയാണ്, ഡിസ്കൗണ്ട് ഏരിയ എന്നാണ് ഈ സ്ട്രോങ് ലോയിലും വീക്ക് ലോയിലും വെച്ച് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അതിനകത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ 50% മിറ്റിഗേഷന് വേണ്ടിയിട്ട് അത് ഏത് ഏരിയയിലോട്ടാണ് അത് വരാനുള്ള ചാൻസ് എങ്ങോട്ടാണെന്നുള്ളത് നോക്കുക. പുൾ ബാക്ക് അവിടെ ഏരിയ എന്തെങ്കിലും ഉണ്ടോ, അത് 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് പുൾ ബാക്ക് ദിസ് വിൽ ബി ഓൾസോ എ വാലിഡ് സ്ട്രക്ചർ ഫോർ നമുക്ക് ടാർഗറ്റ് കണ്ടുപിടിക്കുന്നതിനും മൈനസ് സ്ട്രക്ചർ ലെവലിൽ എൻട്രി എടുക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു 50 മിനിറ്റ്സ് സ്ട്രക്ചറിൽ നമുക്ക് നോക്കാവുന്നതാണ്. പുൾ ബാക്ക് ഈ സ്വീപ്പിംഗ് ബൈ ദ മാർക്കറ്റ് ലിറ്റിൽ സീക്രട്ട് പ്ലേ ഔട്ട്. അതിൻ്റെ താഴെ ബെസ്റ്റ് ഫോർമേഷൻ ഓഫ് എൻട്രി എന്ന് പറയുന്നത് പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഞാൻ മുമ്പേ ഇതിൻ്റെ ആദ്യത്തെ പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എങ്ങനെയാണ് എൻട്രി ഫോർമേഷൻ എടുക്കുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് ഇഫ് 1 hour PB സ്വീപ്പ് ചെയ്ത മാർക്കറ്റ് ഇഫ് ഇറ്റ് ഈസ് 50% പ്രീവിയസ് ഏരിയ ടു ദ പ്രീവിയസ് ഏരിയ ഇറ്റ് വിൽ ടേക്ക് എ യു ടേൺ. അതായത് 2 മൈക്രോ ലെവൽ സ്ട്രക്ചറിൽ അതിൻ്റെ മൈക്രോ ലെവൽ സ്ട്രക്ചറിലും 50% ഓഫ് ദ ഏരിയയിൽ എങ്ങനെയാണ് സപ്പോർട്ട് കണ്ടുപിടിക്കുന്നതെന്ന് ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എൻട്രി എടുത്ത സെനാരിയോ വെച്ച് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. ഓക്കെ, നൗ ഐഡൻറ്റിഫൈ ദ പ്രൈസിംഗ് സ്ട്രക്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് FRVP നമ്മൾ എത്ര മാർക്ക് കൊടുക്കുന്നത്? ഒരു 30% മാർക്ക് കൊടുത്തു. ഞാൻ മുമ്പേ 20% ആണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 30% മാർക്ക് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് വാട്ട് ഈസ് FRVP അതും കൂടെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, FRVP ഈസ് നത്തിങ് ബട്ട് പ്രൈസിംഗ് സ്ട്രക്ചർ, അല്ലേ? സോ വാട്ട് ഈസ് ദ പ്രൈസിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേന് ഇത് മറന്നു പോരും നമ്മൾ. സോ ഈ FRVP എന്ന് പറയുന്നത് നമ്മൾ ഒരു പോയിന്റ് വരയ്ക്കുമ്പോൾ വാട്ട് ഈസ് ദിസ് വോളിയം? ദിസ് ഈസ് എ വോളിയം ബൈ ടൈം, അല്ലേ? This is a volume by price. Burn this in your mind. So many things are there to burn in your mind, but these are all important things. Okay, so one more thing to burn in your mind. Okay, now this is by price. Volume by price. ഏറ്റവും കൂടുതൽ പ്രൈസിന് ഏത് പ്രൈസിലാണ് വോളിയം നടന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇവിടുത്തെ FRVP എന്ന് പറയുന്നത്. whereas this volume is a volume by time. ടൈമും ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രമാത്രം വോളിയം നടന്നു, ഇത് 11:27 ഇത്രയും വോളിയം നടന്നു. പക്ഷെ നമുക്കറിയേണ്ടത് ഇത്രയും വോളിയം നടക്കുമ്പം ഈ നടന്നിരിക്കുന്ന വോളിയം ഇവിടെ തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് ഏത് പ്രൈസിലാണ് എന്നാണ് ചോദ്യം. സോ ദാറ്റ് ഇസ് കോൾഡ് FRVP, ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. വോളിയം പ്രൊഫൈൽ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് വാട്ട്, ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറഞ്ഞത്? ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് വോളിയം ബൈ
പ്രൈസ് ആൻഡ് വോളിയം ബൈ ടൈം. സിമ്പിൾ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം. സോ ബേൺ ദിസ് ഇൻ യുവർ മൈൻഡ്. സോ നമുക്ക് 2 രീതിയിലുള്ള വോളിയം നമുക്ക് കാണാൻ പറ്റും. ദിസ് വോളിയം ഈസ് ഓഫ് സം യൂസ് അല്ലേ. ഇതിൻ്റെ യൂസസ് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ മെനി തിങ്സ് ആർ ദെയർ. സോ നമ്മൾ ഇന്ന് പഠിച്ചതിനകത്ത് കൂടുതൽ നമ്മൾ എൻട്രി സെനാരിയോയിൽ എങ്ങനെയാണ് ഇതെല്ലാം ക്വാളിഫൈ ചെയ്ത് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ don't avoid watching the videos. Keep on watching the videos again and again and again, and you should have a passion for this. Then you can win in the market. Structural dynamics micro structure, macro structure ഇതിനകത്ത് ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കൂടുതൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺ എ മൈക്രോ സ്ട്രക്ചർ യു ഫൈൻഡ് ഹൈ ആൻഡ് ലോസ്, price manipulation, and on a micro structure find highs and lows and the manipulation is completed. So on both structure 50% of the micro structure and the minor structure 50% is the price action is when the mitigation is completed, the activity is completed, price will be heading up or heading down. This is the thing. This is market, all about market. So ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വീഡിയോക്ക് വളരെയധികം കമൻറ്റ് കുറഞ്ഞാണ്, ഞാൻ വളരെ സങ്കടത്തിലാണ്. എനിവേ കീപ് ഓൺ റൈറ്റിംഗ് ദ കമൻറ്റ്സ് ആൻഡ് ദാറ്റ്സ് മൈ എനർജി. അതുകൊണ്ട് എല്ലാവർക്കും നല്ല നന്മകൾ വരട്ടെ. താങ്ക് യു വെരി മച്ച്. കീപ് വാച്ചിങ്. ഇന്നത്തെ വീഡിയോ 57 മിനിറ്റോളം ആയിപ്പോയിട്ടുണ്ട്. എനിവേ ഇത് എൻട്രി സെനാരിയോ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.